നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ഇടപെടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാകാനും സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയുണ്ട്. നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ആരോഗ്യമന്ത്രിമാരൊന്നും മെഡിക്കൽ ബിരുദധാരികളല്ല. പക്ഷേ ഏറ്റവും കടുത്ത നിപ്പ ബാധയടക്കമുണ്ടായ ഘട്ടത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിലാണ് ഇവിടെ ഇതുണ്ടായിട്ടുള്ളത്. ആ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സഹായകമാകും. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതൊരു ശരിയായ രീതിയായില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ ദേവസ്വം വകുപ്പിലേക്ക് ഈ ദേവസ്വത്തിന്റെ തന്നെ ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരു അഭിഭാഷകൻ ഗവൺമെന്റ് ലീഡറായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ചും സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള വലിയ ചോദ്യം ഉയർത്തിയ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി അതിന്റെ തൊട്ടുപുറകിലാണ് ഇതുണ്ടായിരുന്നത്. വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ സർക്കാരുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായി ഓരോ വകുപ്പിൻ്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. പക്ഷേ വിചിത്രമായ പരസ്യ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ അറിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്ന നിലയാണുണ്ടായത്. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് നടക്കാനിടയാകുക? അതോടൊപ്പം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു പ്രതി സാധാരണ പ്രതിയല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിനു വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളനെ ചൂട്ടുപിടിക്കലായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അടിയന്തരമായി ദുരഭിമാനം വെടിഞ്ഞ് അത് തിരുത്തണം, മാറ്റി നിശ്ചയിക്കണം. നമ്മുടെ നാട്ടിൽ അഡ്വക്കേറ്റുമാർക്കൊന്നും ക്ഷാമമില്ലാത്തതാണ്. ഇദ്ദേഹം ആ പ്രതിയായിട്ടുള്ള ആളും സ്ഥാപനവും കേമനാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാകുക. ആ കേമത്വം ദേവസ്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല. അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കുക. അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഇതിൽ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട്
അടിയന്തരമായി തിരുത്തുന്ന നടപടി സ്വീകരിക്കും. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നുകൊണ്ടുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. തുടക്കമല്ലേ, ഇനിയുണ്ടല്ലോ സമയം. അപ്പൊ നമുക്ക് നോക്കാം. ചിലപ്പോ നിങ്ങൾ പറഞ്ഞതുപോലുള്ള വിസ്മയങ്ങളിൽ ഒന്നാകാം, ബാക്കി കാര്യങ്ങൾ പിന്നീടാകാം.